മനുഷ്യരാശിക്കെതിരെ നിങ്ങൾ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും, നിങ്ങൾ അടിച്ചമർത്തിയ എല്ലാ ശബ്ദങ്ങൾക്കും, പാതി വഴിയിൽ പുഞ്ചിരി നിലച്ചുപോയ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ പ്രതികാരം. ഈ അടിക്കുറിപ്പോടെ ഇറാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ വെറും വീഡിയോകൾ മാത്രമല്ല, നെറികേടുകൾക്കും അഹന്തയ്ക്കുമെതിരായ ഉഗ്ര സന്ദേശങ്ങൾ വിളക്കിച്ചേർത്ത പോരാട്ട മുദ്രകൾ കൂടി അവ എടുത്തണിയുകയാണ്. ആധുനിക കാലത്ത് യുദ്ധക്കളം കേവലം മിസൈലുകളിൽ മാത്രം ഒതുങ്ങുകയല്ലെന്ന് തെളിയിക്കുകയാണ് ഇറാൻ. ഇത് കാലങ്ങളായുള്ള അവരുടെ പ്രതികാരവും ഓർമ്മപ്പെടുത്തലുമാണ്. അതാവട്ടെ അവരുടെ മാത്രമായി ഒതുങ്ങുന്നതുമല്ല. അമേരിക്കൻ കടന്നുകയറ്റം നിഷ്കരുണം ഞെരിച്ചു കളഞ്ഞ വിവിധ രാജ്യങ്ങളിലെ ജീവിതങ്ങളുടെയും കൂടിയാണത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേലിനെയും ലക്ഷ്യമിട്ട് ഇറാനിലെ ഒരു കൂട്ടം യുവാക്കൾ നിർമ്മിക്കുന്ന ലെഗോ ശൈലിയിലുള്ള ആനിമേഷൻ വീഡിയോകളാണ് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നത്. കുട്ടികളുടെ പ്രിയപ്പെട്ട കളിക്കോപ്പുകളായ ലെഗോ ബ്ലോക്കുകളും രൂപങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീഡിയോകൾ രാഷ്ട്രീയമായ പരിഹാസവും ശക്തമായ മുന്നറിയിപ്പുകളും നൽകുന്നവയാണ്. എക്സ്പ്ലോസീവ് മീഡിയ എന്ന ഇറാനിയൻ ഗ്രൂപ്പ് പുറത്തിറക്കിയ വീഡിയോകൾ ഇതിനോടകം ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇരകളായ ആഫ്രോ അമേരിക്കക്കാർ, ഇറാഖിലെ അബു ഗ്രൈബ് ജയിലിലെ പീഡനത്തെ അതിജീവിച്ചവർ, ഹിരോഷിമ നാഗസാക്കി ഇരകൾ, ഗസ വംശഹത്യയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ എന്നിവരെല്ലാം വീഡിയോകളിൽ ഓരോന്നായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരൊറ്റ പ്രതികാരം എന്ന മുദ്രാവാക്യത്തോടെ അവസാനിക്കുന്ന വീഡിയോകളിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും രൂപങ്ങൾ തകർന്നു വീഴുകയാണ്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വിള്ളലുകളെ വരെ ഇറാൻ വളരെ കൃത്യമായി വീഡിയോകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. വിവാദമായ എപ്സ്റ്റീൻ ദ്വീപ് വിഷയവും ട്രംപിന്റെ മാഗ പ്രസ്ഥാനങ്ങളും വീഡിയോകളിൽ പരിഹസിക്കപ്പെടുന്നുണ്ട്. അമേരിക്കൻ താൽപര്യങ്ങളെക്കാൾ ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നതെന്ന ആരോപണവും ഇതിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. 19നും 25നും ഇടയിൽ പ്രായമുള്ള 10ഓളം യുവാക്കളാണ് വീഡിയോകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പതിവ് പോലെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ച് ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള യൂട്യൂബ് എക്സ്പ്ലോസീവ് വീഡിയോയുടെ അക്കൗണ്ട് റദ്ദാക്കിയിരുന്നു. എന്നാൽ സത്യത്തെ മൂടിവെക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ഗ്രൂപ്പ് പ്രതികരിച്ചു. തങ്ങൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഉൾപ്പെടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ തങ്ങളുടെ സൃഷ്ടികൾ വാങ്ങാറുണ്ടെന്നും ഗ്രൂപ്പിന്റെ വക്താവ് വ്യക്തമാക്കി. അമേരിക്കൻ പോപ്പ് സംസ്കാരത്തിന്റെ ഭാഗമായ ലെഗോ രൂപങ്ങളെ തന്നെ അവർക്കെതിരെയുള്ള ശക്തമായ പ്രചരണായുധമാക്കി മാറ്റുന്നതിൽ ഇറാൻ വിജയിച്ചിരിക്കുകയാണ്.